പ്രിയമുള്ളവരെ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ വീഡിയോ 2 ലൈവുകളും അതിനു മുന്നേ 2 വീഡിയോസും നമ്മുടെ യൂട്യൂബ് ചാനൽ പങ്കുവച്ചിരുന്നു. ഇന്ന് കരുവാരകുണ്ട് പഞ്ചായത്തിൽ അടക്കമുള്ള പഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ റിസൾട്ട് പ്രഖ്യാപനത്തിൻ്റെ അഞ്ചച്ചവടിൽ നിന്നുള്ള ആ ഒരു തത്സമയ റിപ്പോർട്ട് അടക്കം നിങ്ങളുമായി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും അതിൻ്റെ ബാക്കി വിവരങ്ങൾ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പായി നിങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ ഹാരാർപ്പണം അണിയിച്ചുകൊണ്ട് ആ ഒരു തെരഞ്ഞെടുപ്പ് എണ്ണിയ സ്കൂളിന് മുന്നിൽ നിന്നും കൊണ്ടുവന്ന ഹാരാർപ്പണം നടത്തി അഞ്ചച്ചവടിയുടെ കുറച്ച് നീളം വരെ പോയി. എന്തായാലും ഇതിൻ്റെ ബാക്കി വിവരങ്ങൾ നിങ്ങൾ പങ്കുവെക്കാം. നമ്മുടെ ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡ് കൊയ്ത്തക്കുണ്ട് LDF ആണ് 52 വോട്ടിന്. അതുപോലെ തന്നെ 2-ാം വാർഡ് കുട്ടത്ത് UDF 4 വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. 3-ാം വാർഡ് അരിമണൽ UDF 483 വോട്ടിന്. 4-ാം വാർഡ് കേരള UDF 2 വോട്ടിന്. 5-ാം വാർഡ് മഞ്ഞൾപ്പാറ UDF 396 വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. 6-ാം വാർഡ് പാന്ത്ര LDF 181 വോട്ടിനാണ് വിജയിച്ചിട്ടുള്ളത്. 7-ാം വാർഡ് കൽക്കുണ്ട് UDF 39 വോട്ടിന് വിജയിച്ചു. 8-ാം വാർഡ് മുള്ളറ UDF 408 വോട്ടിനാണ് വിജയിക്കുന്നത്. മാമ്പറ്റ UDF 99 വോട്ടിന്. അതുപോലെ തന്നെ 10-ാം വാർഡ് കണ്ണത്ത് UDF 101 വോട്ടിന്. 11-ാം വാർഡ് കരുവാരകുണ്ട് UDF 754 വോട്ടിന്. 12-ാം വാർഡ് കിഴക്കേതല UDF 61 വോട്ടിന്. 13-ാം വാർഡ് UDF തരിശിൽ 434 വോട്ടിന്. 14-ാം വാർഡ് കക്കറ UDF 133 വോട്ടിന്. 15-ാം വാർഡ് കരിങ്കംതോണി UDF 92 വോട്ടിന്. 16-ാം വാർഡ് പുൽവട്ട UDF 511 വോട്ടിന്. 17-ാം വാർഡ് ചമ്പൻകുന്ന് UDF 79 വോട്ടിന്. 18 അയ്യപ്പൻകാവ് UDF 400 വോട്ടിന്. 19 ചുള്ളിയോട് UDF ആണ്, അതിൻ്റെ റിസൾട്ടിന് കിട്ടിയിട്ടില്ല. 20-ാം വാർഡ് വീട്ടിക്കുന്നത് LDF ആണ്, അതിൻ്റെ റിസൾട്ടും എനിക്ക് കിട്ടിയില്ല. 21-ാം വാർഡ് ഇരിങ്ങാട്രി UDF 799 വോട്ടിന്. 22-ാം വാർഡ് പുത്തനായി UDF 229 വോട്ടിന്. 23 ഭവനപ്പറമ്പ് UDF 338 വോട്ടിന്. 24-ാം വാർഡ് പുന്നക്കാട് UDF 620 വോട്ടിനാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇരിങ്ങാട്രിയിലെ UDFന്റെ ഏറ്റവും വലിയ ഭൂരിപക്ഷം 799 എന്നുള്ളത്. അതുപോലെ തന്നെ കരുവാരകുണ്ട് UDFന്റെ ഭൂരിപക്ഷം 754. അതുപോലെ തന്നെ പുന്നക്കാട് വാർഡിൽ 620 UDFന്റെ ഭൂരിപക്ഷം എന്നുള്ളത്. എന്തായാലും ഇതിന്റെ ബാക്കി പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ന് വൈകുന്നേരം 4 മണിക്കുണ്ട്. എന്തായാലും വിജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ അതാത് വാർഡിൽ നല്ല വികസനം കാഴ്ചവെക്കട്ടെ. UDF കരുവാരകുണ്ട് പഞ്ചായത്ത് നല്ല വികസനം കാഴ്ചപ്പാടോടുകൂടി നല്ല ഭരണം കാഴ്ചവെക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥന കൂടി ഉണ്ട്. എന്നാലും വിജയിച്ച് വേക്കൊക്കെ അഭിനന്ദനങ്ങൾ നേരുന്നുണ്ട്. അഭിനന്ദനങ്ങൾ നേരുകയാണ്. കരുവാരകുണ്ട് പഞ്ചായത്തിൽ നമ്മൾ
കഴിഞ്ഞ പ്രാവശ്യം LDF ആണ് ഭരിച്ചത്. ഈ പ്രാവശ്യമാണ് UDF ഭരിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം ത്രികോണ മത്സരമായതിനാൽ LDF ആയിരുന്നു ഭരണം കാഴ്ചവെച്ചത്. എന്തായാലും ഇതിന്റെ ഓരോ വാർഡുകളിലൊക്കെ ഇതിൽ കക്കറ വാർഡൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കക്കറ വാർഡ് ആദ്യമായിട്ടാണ് കക്കറ വാർഡൊക്കെ UDFന്റെ കൈകളിലേക്ക് എത്തുന്നത്. അതുപോലെ തന്നെ പുതിയ വാർഡായ കരിങ്കന്തോണി വാർഡ് അടക്കം UDF ആണ് വിജയിച്ചിട്ടുള്ളത് എന്നതാണ്. എന്തായാലും ഇതിന്റെ ബാക്കി വിവരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങളുമായി പങ്കുവെക്കാം. ഈ വിവരം കിട്ടിയപ്പോൾ ഇത് നമ്മുടെ ഗേറ്റ് മുതൽ നമ്മുടെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപന കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഗേറ്റ് മുതൽ ആ ഗേറ്റിൽ നിന്ന് ഹാരാർപ്പണം അണിയിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികളെ മുഴുവനായിട്ടും നമ്മളെ ആനയിച്ചുകൊണ്ട് ഇവരെല്ലാവരും UDFന്റെ പ്രവർത്തകർ ആനയിച്ചുകൊണ്ട് അഞ്ചച്ചവിടി പ്രദേശത്തു കൂടി ആയിരുന്നു നടന്നത്. എന്തായാലും ഇന്ന് അരിമണൽ മുതൽ ഇപ്പോൾ പോരുന്ന വൈക്ക് അരിമുതൽ കിഴക്കേത്തൽ വരെ സ്ഥാനാർത്ഥികൾ ആരാർപ്പണം അണിയിച്ച് തുറന്ന വാഹനത്തിലാണ് പോരുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വൈകുന്നേരം 4 മണിക്ക് ഇതിന്റെ ബാക്കി പ്രകടനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒഴിവിനനുസരിച്ച് പങ്കുവെക്കാം.